കൊടുത്ത പൈസ ഒരു 10 രൂപ കുറഞ്ഞ് കിട്ടി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കണ്ടിരിക്കാം, ടൈം പാസ്. ഒരു മലയാളി ഓഡിയൻസ് എന്ന രീതിയിൽ ഫാഫയുടെ ഒരു പ്രസൻസ് നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്, ആവറേജ് മൂവിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 3 മണിക്കൂറെന്നാ കണ്ടപ്പോൾ വിചാരിച്ച ആദ്യം ക്രിഞ്ചായിരിക്കും തോന്നി, പിന്നെ നല്ല ലാഗൊന്നും ഇല്ലായിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു ഓരോ സീൻസ്. സൂപ്പർ, കുഴപ്പമില്ല, കാണാം, കുഴപ്പമില്ല. മിക്സ്ഡ് റിവ്യൂസ് ആണ്, അല്ലാതെ കുഴപ്പമില്ല, നല്ലതാണ്, കൊള്ളാം, നല്ല കുഴപ്പമില്ല, എന്തായാലും നല്ലതാണ്. സിനിമയെന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അല്ലുവിൻ്റെ സിനിമ കാണുന്ന പോലെ നമ്മൾ ഈ ഡൈമടിച്ചുള്ള അടി ആ കാര്യങ്ങളെല്ലാം കാര്യമുണ്ടായിരുന്നു. പിന്നെ ചില സമയത്ത് ഇമോഷൻ പിടിച്ചിട്ടുണ്ട്. ഇമോഷൻ വന്നപ്പോൾ നമുക്ക് ചിരി വന്ന്, ചിരിയുള്ള ചില സ്ഥലത്തൊക്കെ നമുക്ക് വെറുതെ ഒരു ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ശ്രീവലിയുടെ കാര്യവും ഓക്കെയാണ്, പിന്നെ കുഴപ്പമില്ല. നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല, നമുക്ക് അല്ലുവിൻ്റെ സിനിമ അറിയാമല്ലോ, നമുക്ക് എന്തായാലും ഫൈറ്റ് വെച്ച് കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ ചിലതിനെയൊക്കെ കുറയ്ക്കാമായിരുന്നു, കുറച്ച് കുറയ്ക്കായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ സെറ്റായിരുന്നു സിനിമ. സത്യമായിട്ട് ഞാനൊക്കെ ആക്ഷൻ കാണാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ചില ആക്ഷൻ കാണുമ്പോൾ ഇപ്പോൾ ഫഹദ് ഫാസിലൊക്കെ ചെയ്ത സംഭവമുണ്ട്. സോ അതൊക്കെ ചില സമയത്ത് അവർ ഡയലോഗ്സ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. കൊടുത്ത പൈസ ഒരു 10 രൂപ കുറഞ്ഞ് കിട്ടി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. 10 രൂപ നമുക്ക് നഷ്ടമാണ്, ബാക്കി പൈസയൊക്കെ ഓക്കെയാണ് സിനിമ. അടിപൊളിയാണ്, കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടിരിക്കാം, ടൈം പാസ്. കോമഡിയാണ് ഫുള്ള്. കുഴപ്പമില്ല ബ്രോ, വലിയ ഗുമ്മൊന്നുമില്ല. ഫാഫയൊക്കെ ഒരുമാതിരി അത്ര പോരാ. അല്ലു കൊള്ളാം, അല്ലു പൊളിയാണ്, പക്ഷേ വേറെ ഒന്നുമില്ല. ഇരിക്കും, 3.5 മണിക്കൂറൊക്കെ ഇരിക്കും. പക്ഷേ ഒരു മലയാളി ഓഡിയൻസ് എന്ന രീതിയിൽ ഫാഫയുടെ ഒരു പ്രസൻസ് നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയില്ല. മൊത്തത്തിൽ തെലുങ്ക് ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, നമുക്കത്ര ഇഷ്ടപ്പെടും.